ഇന്ന് നമുക്ക് ഒരു കടലക്കറി ഉണ്ടാക്കാം. ഇത് തലേന്ന് കുതിർത്ത് വെച്ച കടലയാണ്. ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞു വെച്ചതും പച്ചമുളക് 2 നീളത്തിൽ അരിഞ്ഞു വെച്ചതും 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരു 8 വിസിലടിക്കുന്നവരെ നമുക്ക് അടുപ്പത്ത് വെക്കാം. കുക്കർ വിസിലടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായി ചിരകിയ തേങ്ങ 1 കപ്പ് മിക്സിയുടെ ജാറിലേക്ക് ഇടുക. പിന്നെ ചെറിയ ജീരകം, ഒരു നുള്ളി ചെറിയ ജീരകം ഇടുക. പിന്നെ മുളക് പൊടി 2 സ്പൂൺ ഇടുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിത് അരച്ച് കൊണ്ടുവരാം. കടല 8 വിസിലടിച്ചിട്ടുണ്ട്. വിസിലെല്ലാം പോയിട്ടുണ്ട്. നമുക്ക് നോക്കാം. കടല നന്നായി വെന്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഉടച്ച്, ഇത് കടല വേവിക്കുമ്പോൾ തന്നെ മഞ്ഞൾപ്പൊടി ഇടാൻ എനിക്ക് മറന്നു പോയി. അതുകൊണ്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. എല്ലാം ഒന്ന് യോജിപ്പിച്ച് അരപ്പ് നമുക്കിതിലേക്ക് ഒഴിക്കാം. അരപ്പെല്ലാം യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പിടാം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് ഇതൊന്ന് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കാം. കടലക്കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അരപ്പെല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്തിടാം. ഒരു വാരുള്ളി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി എണ്ണ ചൂടാവുമ്പോൾ കടുകിടാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുകിടാം. കടുക് 1 സ്പൂൺ ഇട്ട് കടുക് പൊട്ടുന്നുണ്ട്. ഈ സമയത്ത് കടുക് പൊട്ടി വരുന്നുണ്ട്. എല്ലാം പൊട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ചെറിയ ഉള്ളി, നീരുള്ളി ചെറുതായി മുറിച്ചതും വറ്റൽമുളക്, കരിവേപ്പില ഇടാം. ചെറിയ ഉള്ളി ഒന്ന് ബ്രൗൺ കളറാവുന്നവരെ നമുക്ക് വഴറ്റാം. ചെറിയ ഉള്ളി ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ തീ ഓഫ് ചെയ്ത് 1 സ്പൂണ് മല്ലിപ്പൊടി ഇടാം. 1 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് ഒരു 1/4 സ്പൂണ് ഗരം മസാലപ്പൊടി ഇട്ട് ഒന്ന് മിക്സാക്കി പൊടിയുടെ പച്ചമണം ഒന്ന് മാറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് നമുക്കിത് കറിയിലേക്ക് ഒഴിക്കാം. നമ്മളെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മളെ സ്വാദിഷ്ടമായ കടലക്കറി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുമല്ലോ.